ഹലോ നമസ്കാരം. ഡയബറ്റിക് സ്പെഷ്യൽ റെസിപ്പീസ് ഈ ആഴ്ച ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആകെ അവർക്കുള്ള കംപ്ലൈന്റ് സ്വീറ്റ്സ് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. എന്നാൽ അവർക്ക് പറ്റുന്ന ഒരു സ്വീറ്റ്സ് ആയിക്കോട്ടെ ആദ്യത്തെ റെസിപ്പി എന്ന് വിചാരിക്കുന്നു. ഡ്രൈ ഫ്രൂട്ട് ബർഫി. അവർക്ക് വേണ്ടി ഡയബറ്റിക് സ്പെഷ്യൽ നമ്മൾ ഷുഗർ യൂസ് ചെയ്തിട്ടില്ല. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വരുന്ന മധുരം മാത്രമാണ് ഇതിനുള്ളത്. നമ്മുടെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഇല്ലേ, അതുപോലെയുള്ള നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് ബർഫിയാണ് ഇന്നത്തെ റെസിപ്പി. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഉപയോഗിച്ച് നമ്മളൊരു എനർജി ബാറായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എപ്പോഴെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണിത്. നമ്മളിത് ഡേറ്റ്സ് ആണ് ഇതിൻ്റെ ബേസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഡേറ്റ്സ് ഇഷ്ടം പോലെ അയൺ റിച്ച് ആണ്. അപ്പോൾ അത് ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഈ ഹെൽത്തി എനർജി ബാർ റെസിപ്പിയിലേക്ക് പോകാം. ഇതിപ്പോൾ നമ്മളൊരു സർക്കുലർ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ലഡുവായിട്ട് വേണമെങ്കിൽ ചെയ്യാം, റെക്റ്റാങ്കുലർ ബാറായിട്ട് വേണമെങ്കിൽ ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. അപ്പം ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്നത് 100 ഗ്രാം ഡേറ്റ്സ്, 50 ഗ്രാം കാഷ്യൂ നട്ട്, 50 ഗ്രാം പിസ്താച്ചിയോ, 50 ഗ്രാം ബദാം, 2 ടേബിൾ സ്പൂൺ വെള്ള എള്ള്, പിന്നെ കുറച്ച് കസ്കസ്. നമ്മൾ എടുത്ത ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ നമുക്കത് ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് വരണം. ഡേറ്റ്സിന് നല്ല കട്ടിയാണെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്താലും മതി. ആദ്യമായിട്ട് നമുക്ക് ഈ കസ്കസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. പിന്നെ അതേ പാത്രത്തിൽ തന്നെ കുറച്ച് ഗീ ഇട്ടിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ കാഷ്യൂം ബദാമും പിസ്തായും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കുറച്ച് പിസ്ത മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഒത്തിരി മൂത്ത് പോകാതിരിക്കാനായിട്ട് നോക്കുക. ഒന്ന് നന്നായിട്ട് ക്രിസ്പി ആകുമ്പോഴത്തേക്കിന് ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിന്നിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അതേ പാത്രത്തിൽ തന്നെ നമ്മുടെ വെള്ള എള്ളുണ്ടല്ലോ, അതും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. കുറച്ചും കൂടെ ഗീ അതിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഗീ മതിയാവും. അതിലേക്ക് നമ്മൾ എള്ളിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി എള്ളൊക്കെ പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ ഈന്തപ്പഴം സോഫ്റ്റ് അല്ലെങ്കിൽ നമുക്ക് മിക്സിക്കകത്തൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈന്തപ്പഴവും നല്ലപോലെ ഒന്ന് ചൂടായിട്ട് നല്ലതായിട്ട് സോഫ്റ്റ് ആകുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ചും കൂടെ തണുത്ത് കഴിയുമ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. പ്രസ് ചെയ്ത് വേണം ഈ ഷേപ്പിലാക്കാനായിട്ട്. ഇനി നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്യത്തില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അതിനുവേണ്ടി നമ്മൾ അലുമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കസ്കസ് ഇട്ട് കൊടുത്തിട്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പിസ്താച്ചിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ബർഫി ലോഗ് അതിൻ്റെ മേളിൽ കൂടിയൊക്കെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്ത്
കസ്കസൊക്കെ എല്ലായിടത്തും ഈവനായിട്ട് വരുന്ന പോലെ എടുക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ കസ്കസൊക്കെ എല്ലാം നമ്മുടെ നന്നായിട്ട് ഈവനായിട്ട് അതിലൊക്കെ പിടിച്ചിരിപ്പുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് അലുമിനിയം ഫോയിലിൽ തന്നെ പൊതിഞ്ഞിട്ട് ഫ്രീസറിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ 2 മണിക്കൂർ മാക്സിമം വെച്ചാൽ മതിയാവും. അത് സെറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തുറന്ന് കട്ട് ചെയ്ത് നോക്കാം. നന്നായിട്ട് ഹാർഡായിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. കണ്ടോ, നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡയബറ്റീസ് സ്പെഷ്യൽ സ്വീറ്റ് ഡ്രൈ ഫ്രൂട്ട് ബർഫി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഉണ്ടാക്കാനായിട്ടും എളുപ്പം, കഴിക്കാൻ അത്യുത്തമം അതായിട്ടുള്ള ഈ ബർഫി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ആ ലൈക്ക് ബട്ടൺ എല്ലാവരും ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അതൊക്കെ ഒരു മോട്ടിവേഷൻ ആണല്ലോ. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഇതെല്ലാം കൂടെ പ്രിപ്പറേഷൻ ടൈം ഒരു 10-15 മിനിറ്റ് എടുക്കത്തുള്ളൂ. നമ്മുടെ കയ്യിൽ എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിൽ 10-15 മിനിറ്റ് കൊണ്ട് നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാനായിട്ട് സാധിക്കും. അപ്പം ട്രൈ ചെയ്യണം എല്ലാവരും. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. ഉടൻ തന്നെ വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറി ടീച്ചർ.